ആദ്യം നമ്മൾ പാൻ ചൂടാക്കുന്നു. അതിനുശേഷം വെളിച്ചെണ്ണയിലാണ് പാകം ചെയ്യുന്നത്. വെളിച്ചെണ്ണ ചേർക്കുക. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴുത്ത നേന്ത്രപ്പഴം, ഏത്തയ്ക്ക ചേർക്കുക. അതിനുശേഷം മഞ്ഞൾപ്പൊടി ചേർക്കുക. ശകലം മുളക് പൊടിയും കൂടെ ചേർക്കുക. ജീരകപ്പൊടിയും ചേർക്കുക. വറുത്ത ജീരകപ്പൊടിയാണ്. ശകലം കുരുമുളക് പൊടിയും കൂടെ ചേർക്കുക. ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച്, അരക്കപ്പ് വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട്. വെള്ളവും ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വെച്ച് ഒരു 20 മിനിറ്റ് ഈ ഏത്തക്ക വേവിക്കാൻ നല്ലതായിട്ട് വെന്ത് വരണം. ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങ അരയ്ക്കണം. ഒരു മിക്സി എടുത്തിട്ട് തേങ്ങയും പച്ചമുളകും ശകലം വെള്ളം കൂടെ ചേർത്ത് ഒരു പേസ്റ്റ് പോലെ ഇതാക്കുക. ഇപ്പം നല്ല ഏത്തക്ക നല്ല വെന്ത് പരുവമൊക്കെ ആയിട്ടുണ്ട്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഉടയ്ക്കുന്നത് നല്ലതായിരിക്കും, വലിയ വലിയ പീസസൊക്കെ. അതിനുശേഷം ഈ അരച്ചു വെച്ച ഈ കോക്കനട്ട് തേങ്ങ പേസ്റ്റ് ചേർക്കുക. നല്ല ഇളക്കി യോജിപ്പിക്കുക. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോകണം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കുക. അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് വേവിക്കുക. ഉലുവപ്പൊടി ചേർക്കുക. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഒരു ബൗളിൽ ഇത് വിളമ്പി മാറ്റുക. ഇത് നല്ലതായിട്ട് തണുക്കണം. തണുത്തതിന് ശേഷം മാത്രം തൈര് ചേർക്കുക. തൈര് ചേർത്തിട്ട് നല്ലതായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അധികം ലൂസും ആകരുത്, അധികം കട്ടിയും ആകാതെ ചേർക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ഇവിടെ തൈര് നമ്മൾ ചേർക്കുമ്പോൾ ഒന്ന് ശകലം ഉപ്പും കൂടെ ചേർക്കണം. ശകലം ഒരു പഞ്ചസാരയും കൂടെ ചേർക്കുന്നുണ്ട്. താളിക്കാൻ പോവാണ്. ആവശ്യത്തിനുള്ള എണ്ണ, വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. കടുക്, അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും കറിവേപ്പില, ഉണക്കമുളക് ഇതിനോട് ചേർത്ത് ഈ കാളയിലോട്ട് ഒഴിക്കുക. ഉടനെ നമ്മളിത് അടച്ചു വെക്കുക. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറക്കുക. സ്വാദിഷ്ടമായ കാളൻ വിഭവം തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പുതിയ ഒരു റെസിപ്പിയുമായിട്ട് വരുന്നവരേക്കും